തലസ്ഥാനത്തെ പോലീസ് ക്വാർട്ടേഴ്സിലെ 13-കാരുടെ മരണം അത് വലിയ വിവാദമായി. അതിൻ്റെ അന്വേഷണം ലോക്കൽ പോലീസ് ആദ്യം നടത്തി. മ്യൂസിയം പോലീസ് കേസ് അന്വേഷിച്ചു. അതിനുശേഷം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തു. അതിനുശേഷം ആ കേസ് ക്രൈംബ്രാഞ്ച് എങ്ങും എത്താത്തത് കൊണ്ട് CBIക്ക് അന്വേഷണം കൊടുക്കണമെന്ന് പറഞ്ഞ് പോലീസുകാരനും ഭാര്യയും ഹൈക്കോടതിയിൽ പരാതി കൊടുത്തു. CBI രംഗത്ത് വന്നു. 2023 മാർച്ച് 30 തിരുവനന്തപുരം പാളയം പോലീസ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന പോലീസുകാരൻ്റെ ഭാര്യയുടെയും ഏക മകള്, അവളെ വീട്ടിൽ രാത്രി 6:30 അബോധാവസ്ഥയിൽ കിടക്കുന്നത് കണ്ടു. അമ്മ നടക്കാൻ പോയി, സായാഹ്ന സവാരിക്ക് പോയതാണ്. പോയിട്ട് വന്നപ്പം മോള്, അന്ന് പരീക്ഷയുടെ അവസാന ദിവസമായിരുന്നു, വീടിനകത്ത് വാതിൽ കുറ്റിയിട്ട് കിടക്കുന്നു. അമ്മ തട്ടി വിളിച്ചിട്ട് എഴുന്നേറ്റില്ല. ഏതായാലും വാതിൽ ചവിട്ടിപ്പൊളിക്കേണ്ടി വന്നു. കുട്ടി അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. ആ കുട്ടിയെ ഉടൻ തന്നെ ജനറൽ ഹോസ്പിറ്റലിലും പിന്നീട് അവിടുന്ന് മെഡിക്കൽ കോളേജിലും കൊണ്ടുപോയി. കുട്ടി അവിടെ ചെന്നപ്പം മരിച്ചിരിക്കുന്നു. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടത്തി. കുട്ടിയെ ആരോ അതിക്രൂരമായി പ്രകൃതി വിരുദ്ധം പല ദിവസങ്ങളിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രകൃതി വിരുദ്ധ നടപടിക്ക് വിധേയമായി പെൺകുട്ടിക്ക് രക്തസ്രാവം തലയിലുണ്ടായി എന്ന് പറയുന്നു. മരണകാരണം അതാണ്. രക്തസ്രാവം തലയിൽ ഉണ്ടാവണമെങ്കിൽ ശരീരത്തിൽ എവിടെയെങ്കിലും ബ്ലീഡിങ് സ്ഥിരമായി ഉണ്ടായി, അല്ലെങ്കിൽ എവിടെയെങ്കിലും മുറിവുണ്ടായി പഴുത്തുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. പ്രകൃതി വിരുദ്ധ നടപടിക്ക് കുട്ടിയെ വളരെ നാളുകളായിട്ട് ആരും ഉപയോഗിക്കുന്നു. ആ കുട്ടിയുടെ പ്രൈവറ്റ് ഏരിയയിൽ ബ്ലീഡിങ് ഉണ്ടായി. അതിൻ്റെ ഫലമായിട്ടാണ് രക്തസ്രാവം ബ്രെയിനിലുണ്ടാകുന്നത്. ഈ അസുഖത്തിന് നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുറിവുണ്ടായി പഴുത്ത് വ്രണമായി കരിയാതെ കിടന്നാൽ ബ്ലഡ് സർക്കുലേഷൻ കൂടി അത് ആ ബ്രെയിനിലെത്തി സെപ്റ്റിസീമിയാവും, സെപ്റ്റിക് ആവും. അത് അങ്ങനെ മരണം സംഭവിക്കും. നമ്മൾ വിചാരിക്കും രക്തസ്രാവം തലയിലുണ്ടായി മരിച്ചെന്ന്, പക്ഷേ അത് സെപ്റ്റിസീമിയാണ്. ഈ കുട്ടിക്ക് സെപ്റ്റിസീമിയാണെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ തന്നെയാണ് മരണകാരണവും അത് തന്നെയാണ്. പെൺകുട്ടി കോട്ടൺ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അവിടെ വെച്ച് ആരെങ്കിലും പീഡിപ്പിക്കാം, പെൺകുട്ടിയെ പോലീസ് ക്വാർട്ടേഴ്സിലുള്ള ആരെങ്കിലും പീഡിപ്പിക്കാം. ഫ്ലാറ്റിലാണെന്ന് താമസിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഈ 2 സ്ഥലം മാത്രമേ പീഡിപ്പിക്കാനുള്ള സാധ്യതയുള്ളൂ. അതിൻ്റെ കാരണം പെൺകുട്ടി വീട്ടിൽ നിന്ന് ബസ്സിലാണ് കോട്ടൺ സ്കൂളിൽ പോകുന്നത്, തിരിച്ചു വരുന്നതും ബസ്സിലാണ്. മൈനറായ കുട്ടിയാണ്, 13 വയസ്സുള്ളൂ. കോട്ടൺ സ്കൂളിൽ ആണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത്, പിന്നെ തൻ്റെ പോലീസ് ക്വാർട്ടേഴ്സിൽ. ഈ 2 സ്ഥലത്തുമാണ് ഈ കേസിലെ പ്രതിയുള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ലോക്കൽ പോലീസ്, മ്യൂസിയം പോലീസിനോ അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ചിനോ ഇപ്പോൾ CBIക്കോ 2 വർഷമായിട്ട് അന്വേഷണം എങ്ങും എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുതന്നെയല്ല, കോട്ടൺ സ്കൂളിലെ ബസ്സിൽ പോയി ബസ്സിൽ മടങ്ങുന്ന കുട്ടിയാണ്. അന്ന് അമ്മ സായാഹ്ന സവാരിക്ക് പോയി 6:30 മടങ്ങി വന്നപ്പം കുട്ടി വന്നിരിക്കുന്നു പരീക്ഷ കഴിഞ്ഞിട്ട്. ആ സ്കൂളിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥികളിൽ ഒരാളാണ്. കൃത്യമായി അവർ ആ കുട്ടി പഠനത്തിൽ മിടുക്കുകയാണ്, ക്ലാസ് ലീഡറാണ്. അതോടൊപ്പം തന്നെ ആക്ടിവിറ്റീസിലെല്ലാത്തിലും പങ്കെടുക്കുന്ന കുട്ടിയാണ്. വളരെ സ്മാർട്ടായ കുട്ടിയാണ്. ഏക മകളാണ് ആ പോലീസ് ഉദ്യോഗസ്ഥനും ഭാര്യയ്ക്കും ഉള്ളത്. ആ കുട്ടിക്കാണ് ഈ ദുര്യോഗം ഉണ്ടായത്. ആരാണ് കുട്ടിയെ പീഡിപ്പിച്ചത് അത് ഇന്നും വ്യക്തമല്ല. വർഷങ്ങൾ 2 കഴിഞ്ഞിരിക്കുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മകളായിട്ട് പോലും അതിലേക്ക് എങ്ങും എത്തിച്ചേരാൻ മ്യൂസിയം പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ CBIക്കോ കഴിഞ്ഞില്ല എന്നാണ്. പക്ഷേ കുട്ടിയുടെ മരണകാരണം സെപ്റ്റിസീമിയ തന്നെ. ആ കുട്ടി പ്രകൃതിവിരുദ്ധത്തിലുണ്ടായ മുറിവ് വർഷക്കണക്കിനായി അത് ബ്ലീഡ് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ തന്നെയാണ് ആ കുട്ടിയുടെ മരണം. അപ്പം പ്രതികൾ എങ്ങും പോയി അന്വേഷിക്കേണ്ട ആവശ്യമില്ല. കാരണം കുട്ടി പോലീസ് ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ആ കുട്ടി പഠിക്കുന്ന കോട്ടൺ സ്കൂളിലെ കൾപ്രിറ്റ് അവിടെയോ ഇവിടെയോ ഉണ്ട്. കുറച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് ബുദ്ധിപൂർവ്വം അന്വേഷിച്ചാൽ
ഇതിൻ്റെ കൾപ്രിറ്റിനെ നമുക്ക് പിടിക്കാൻ പറ്റും. ഇന്ന് 2 വർഷം കഴിഞ്ഞിരിക്കുന്ന കുട്ടിയെ പീഡിപ്പിച്ചിട്ട് ഇന്ന് കേരളകൗമുദി പത്രം ഉൾപ്പെടെയുള്ള ഇത് വലിയ വാർത്തയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ കുട്ടിയുടെ മരണം അത് കണ്ടെത്തുക തന്നെ ചെയ്യണം. കാരണം മാതാപിതാക്കൾക്ക് ഏക കുട്ടിയാണ്, നല്ല സ്മാർട്ടായ ഒരു മകളാണ്. അവർ രണ്ടുപേരും അതീവ ദുഃഖത്തിലാണ് അതിനുശേഷം. അതുകൊണ്ട് പോലീസ് ഇത് കണ്ടെത്തേണ്ടി വരും. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അന്വേഷിക്കുക മാത്രമേ നമുക്ക് ഇതിൽ കണ്ടെത്താൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. കാരണം വിദഗ്ധരായ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെയാണ് കേസ് അന്വേഷിക്കുന്നതെങ്കിലും പ്രതിയായി സംശയിക്കേണ്ടത് ന്യായമായും പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെ. പിന്നെ കോട്ടണൽ സ്കൂളിലെ ടീച്ചേഴ്സ്, അവിടെ വരുന്ന പേരൻറ്റ് ടീച്ചർ അസോസിയേഷൻകാർ, അവിടെ വരുന്ന പുരുഷന്മാർ, അവരൊക്കെ നോക്കണം. പക്ഷേ സ്കൂളിൽ അതിനുള്ള സൗകര്യം ഉണ്ടോ ഇല്ലയോ എന്ന കാര്യം അതും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എവിടെ വെച്ചാണ് കുട്ടിക്ക് തെറ്റുപറ്റിയത്, അല്ലെ കുട്ടിയെ ആരാണ് ദുരുപയോഗം ചെയ്തത്, അത് കണ്ടെത്തുക തന്നെ വേണം. അത് വർഷങ്ങളുണ്ടായെങ്കിലും ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകരുത്. യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണം. അതിനകത്ത് ഒരു എലിമിനേഷൻ പ്രോസസ്സാണ് നടത്തുന്നത്. പോലീസ് ക്വാർട്ടേഴ്സിൽ ആരൊക്കെയാണ് അവരുടെ വീട്ടിൽ വരുന്നത്, ആരൊക്കെയാണ് അവർക്ക് ബന്ധം, ആ പോലീസ് ക്വാർട്ടേഴ്സിൽ ഇവിടെ അക്സസ് കിട്ടാൻ, ഇവർ താമസിക്കുന്ന ഫ്ലാറ്റിൽ അക്സസ് കിട്ടാൻ ആർക്കൊക്കെയാണ് സാധ്യത, ഇതൊക്കെ നമ്മൾ കണ്ടെത്തണം. അത് തന്നെയല്ലേ ഈ കുട്ടിയുടെ കൂട്ടുകാരി ആ പോലീസ് ക്വാർട്ടേഴ്സിന് മുന്നിൽ എപ്പോഴും കളിക്കും, ഈ കുട്ടിയും കളിക്കും. അന്ന് കളിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് പെട്ടെന്ന് കുട്ടി വീട്ടിനകത്തുള്ളിലേക്ക് പോയി വാതിലടച്ച് അബോധാവസ്ഥയിലായത് എന്ന് കരുതുന്നു. ആരാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത് കണ്ടെത്തിയേ പറ്റുള്ളൂ. കാരണം വർഷം 2 പോലീസ് ഉദ്യോഗസ്ഥന് പോലും ഒരു നീതി ലഭിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അത് എന്തൊരു അന്വേഷണമാണ്? എന്താണ് അതിൻ്റെ തടസ്സം? വളരെ ലിമിറ്റഡ് ഏരിയ പ്രതി ഉണ്ടല്ലോ. അതൊരു സെപ്റ്റിസീമിയ തന്നെയല്ലേ അതിൻ്റെ മരണകാരണം? പോലീസ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറോട് ചോദിക്കുക, ജനറൽ മെഡിസിനുള്ള ഏതെങ്കിലും ഡോക്ടർക്ക് ഒരു ഒപ്പീനിയൻ സ്വീകരിക്കുക. അപ്പോൾ സെപ്റ്റിസീമിയ തന്നെ മരണകാരണം, അല്ലാതെ ഒരു അസുഖം കൊണ്ടൊന്നും അല്ല ഉറപ്പ്. കാരണം സെപ്റ്റിസീമിയ പല കേസും ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. കാരണം ശരീരത്തിൽ എവിടെയെങ്കിലും ക്രിമിനൽ അബോർഷനോ അതുപോലുള്ള പ്രവൃത്തി ചെയ്യുന്നിടത്ത് ബ്ലീഡിങ് ഉണ്ടായാൽ അത് നിൽക്കില്ല, അത് ട്രീറ്റ് ചെയ്യണം. ഒതുക്കി വെച്ചുകൊണ്ടിരിക്കും കുട്ടികൾ, അല്ലെങ്കിൽ ചിലർ. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ആ ഏരിയയിൽ പഴുപ്പുണ്ടാവും, അത് ബ്ലഡ് സർക്കുലേഷൻ കൂടെ പോകും, സെപ്റ്റിക് ആവും, അങ്ങനെ ബ്രെയിനിലെത്തി ആ കുട്ടി മരിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഈ കേസിൻ്റെ ഡിറ്റക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മകളാണ്, അത് ഏക മകളാണ്. അതുകൊണ്ട് ഈ ഒരു കേസിൻ്റെ അന്വേഷണം തീർച്ചയായിട്ടും കുറച്ചുകൂടെ ത്വരിതപ്പെടുത്തണം, വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വെക്കണം. CBI അന്വേഷിച്ചില്ലെങ്കിൽ ആ കേസ് തിരിച്ച് ക്രൈംബ്രാഞ്ചിൽ തന്നെ കൊടുക്കുക എന്നാണ് ഞാൻ പറയുന്നത്. കാരണം CBIക്ക് വർക്ക് ലോഡ് കൂടുതലാണ്. CBI ഒരു കേസ് കൊടുത്തുന്ന അതൊരു എൻഡല്ല ഒരു കേസിൻ്റെയും. തിരിച്ച് ക്രൈംബ്രാഞ്ചിൽ കൊടുക്കുന്നതിനും കേരള പോലീസിന് തന്നെ കൊടുക്കുന്നതിനും ഒരു തടസ്സവുമില്ല എന്നാണ് നിയമപരമായി എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഹൈക്കോടതിയിൽ പോയിട്ട് CBI അന്വേഷിക്കേണ്ട, തിരിച്ച് ക്രൈംബ്രാഞ്ചിൽ അന്വേഷിക്കുക എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. അത് ആ പോലീസുകാരൻ വിചാരിച്ചാൽ തീർച്ചയായിട്ടും അതിന് സാധ്യതയുണ്ട്. കാരണം നമുക്കങ്ങനെ ഒരു പ്രീസിഡന്റ് ഇല്ലായിരിക്കാം. ലോക്കൽ പോലീസിൽ നിന്ന് ക്രൈംബ്രാഞ്ചിലും, അല്ലെങ്കിൽ ആ ക്രൈംബ്രാഞ്ചിൽ നിന്ന് CBIക്കും പോയ കേസ് തിരിച്ചു വരില്ല. തിരിച്ചു വരാം. എല്ലാ അന്വേഷണ ഏജൻസിക്കും ഒരുപോലെ അധികാരമുള്ളതാണ്. ഒരു ഏജൻസി അന്വേഷിച്ചിട്ട് കേസ് തെളിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ മറ്റൊരു ഏജൻസി കൊടുത്താൽ ഇനി വീണ്ടും ഒരു ഏജൻസി കൊടുക്കുന്നതിന് നിയമ തടസ്സങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇത് അടിയന്തരമായിട്ട് ശ്രദ്ധ CBI ഇത് ചെലുത്തിയിരുന്നില്ലെങ്കിൽ ഹൈക്കോടതിയിൽ പോയി ഈ കേസ് വീണ്ടും ലോക്കൽ പോലീസിന് തന്നെ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന് തന്നെ കൊടുക്കാനുള്ള ഒരു റിട്ട് കൊടുക്കുന്നതായിരിക്കും ഉചിതമെന്ന് ഞാൻ കരുതുന്നു.